ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കഥയിലുമുണ്ടൊരു കാര്യം. സ്റ്റോറി തെറാപ്പിയുടെ പല തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. കഥകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അതിൻ്റെ അന്തർലീനമായ സ്വഭാവത്തെയൊക്കെ തിരിച്ചറിയാനൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇന്ന് പുതിയൊരു ട്രെയിനറാണ് നമ്മൾ കഥ പറയാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ട്രെയിനറെ പരിചയപ്പെടുത്താൻ ജോഷി സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. ജോഷി സാർ, യു ആർ വെൽക്കം. ഏറെ ബഹുമാന്യനായ സാബു സാർ, മാറ്റിനി വെബിനാറിന്റെ പ്ലാറ്റ്ഫോമിനെ എന്നും ധന്യമാക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കഥ അവതരിപ്പിക്കാൻ കടന്നു വന്നിരിക്കുന്ന ഏറെ സ്നേഹമുള്ള ആനി തോമസ് എന്ന മിനി, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇന്ന് ഒരു നവാഗത കടന്നു വരികയാണ്. അതിലുള്ള സന്തോഷം നമ്മൾ ഏറെ അഭിമാനത്തോടെ അറിയിക്കട്ടെ. കഥ പറയുന്ന നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരിയും കുടുംബവും എൻ്റെ വളരെ അടുപ്പമുള്ളവരാണ്. അനി തോമസിന്റെ ഭർത്താവായ AP തോമസ്, ഇവര് രണ്ടുപേരും ട്രെയിനേഴ്സ് ആണ്. കോട്ടയത്ത് ഡ്രീം സെറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഈവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നടത്തുന്നുണ്ട്. സ്കൂളിലും കോളേജിലും മറ്റു ഓർഗനൈസേഷനുകളിലും ഒക്കെ ഇവരുടെ ക്ലാസ്സുകൾ നടത്തപ്പെടുന്നുണ്ട്. അനി തോമസിന്റെ വീട് എൻ്റെ നാടായ കുട്ടനാട്ടിൽ തന്നെയാണ്. വിവാഹം കഴിച്ച് ചിങ്ങവനത്തേക്ക് വന്നു. ചിങ്ങവനത്തുള്ള AP തോമസിന്റെ കുടുംബ വീടും പറഞ്ഞു വന്നാൽ കുട്ടനാട് തന്നെയാണ്. എന്നാൽ ഇവര് വളരെ വർഷങ്ങളായി ചിങ്ങവനത്ത് താമസിക്കുന്നു. പല JCI, ലയൺസ് ക്ലബ്ബ് തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമാണ്. AP തോമസിന്റെ ഫാദർ പ്രിയപ്പെട്ട പൗലോസ് വള്ളം വൈദ്യുതി ഓഫീസിൽ ജോലിക്കായിട്ട് വന്നതിന്റെ ഭാഗമായാണ് ചിങ്ങവനത്ത് താമസമായത്. മറ്റൊരു കാര്യം കൂടി ഇവരെ പരിചയപ്പെടുത്തുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അനി തോമസിന്റെ ഭർത്താവായ AP തോമസിന്റെ ജ്യേഷ്ഠനാണ് സാഗർ രൂപതയുടെ ഇപ്പോഴത്തെ മെത്രാൻ. അങ്ങനെ പ്രൗഢമായ ഒരു കുടുംബമാണ്. അതിനേക്കാളെല്ലാം ഉപരി മനുഷ്യസ്നേഹമുള്ള രണ്ട് മനുഷ്യരാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന് അനുയോജ്യരാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും നേരം പോലെ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങളും കയറി ഇതിനെ സജീവമാക്കണം എന്ന് അഭ്യർത്ഥിക്കട്ടെ. ഇന്ന് പുതുതായി കടന്നു വന്നിരിക്കുന്നവരോടും ഇതേ ഒരു വാചകം പറയുകയാണ് ഞാൻ ആദ്യത്തില്. എല്ലാ ദിവസവും 7 മണിക്ക് ഇതിൽ വിവിധ വിഷയങ്ങൾ, എല്ലാ ദിവസവും കഥയല്ല, ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കഥ. ബാക്കി ദിവസങ്ങളിലെല്ലാം വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇന്ത്യയിലെ, കേരളത്തിലെ, ലോകത്തിലെ ഒക്കെ തന്നെ വളരെ പ്രഗത്ഭരായ ആളുകൾ ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരാളിൽ നിന്നും ഒരു വിധത്തിലുള്ള പണവും ഇതില് ഈടാക്കുന്നില്ല. ഫ്രീ വെബിനാർ എന്ന് പറഞ്ഞാൽ ഫ്രീ വെബിനാർ. വർഷം 3 പിന്നിട്ടു, വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. ഇത് പുതിയ ആളുകൾക്ക് വേണ്ടിയാണ് കേട്ടോ. ബഹുമാന്യനായ സാബു കേരളം, അദ്ദേഹം ഇപ്പൊ കോട്ടയത്താണ് താമസം, വൈക്കംകാരനാണ്. അദ്ദേഹത്തിന്റെ വലിയൊരു മിഷനാണിത്. അതാണ് അറിവ്
എല്ലാവർക്കും സൗജന്യമായി അറിവ് നേടുക. ഇതിന് യാതൊരുവിധ പക്ഷാഭേദങ്ങളുമില്ല, നിർബന്ധങ്ങളുമില്ല. നിങ്ങൾ സർവ സ്വതന്ത്രരാണ്. ഞാൻ നിർത്തുന്നു. ഇന്നത്തെ കഥയിലുമുണ്ട് കാര്യം എന്ന് പറയുന്ന സെഗ്മെന്റ് സമയത്തിന്റെ അനുസരിച്ച് ഒരുപക്ഷെ 2 കഥകൾ അവതരിപ്പിക്കും. ചെറിയ കഥകളാണ്, അതുകൊണ്ടാണ് 2 കഥകൾ. ഒരു കഥ കഴിഞ്ഞ് ഒരു ചെറിയൊരു വിരാമം, അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ കഥ, തുടർന്ന് എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ചർച്ചയിൽ സമർത്ഥമായി ഉണ്ടാകണം. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആനി മാം അൺമ്യൂട്ട് ചെയ്യണേ. ആനി മാം അൺമ്യൂട്ട് ചെയ്യണം കേട്ടോ. ആനി മാം സ്റ്റാർട്ട് ചെയ്തു, അൺമ്യൂട്ട് ചെയ്യണം. താങ്ക് യു സാർ. എന്നെ പരിചയപ്പെടുത്തിയ ജോഷി സാറിന് ഒത്തിരി നന്ദി. അതോടൊപ്പം തന്നെ എനിക്ക് ഇങ്ങനെ ഒരു കഥ പങ്കുവയ്ക്കാനായിട്ട് അവസരം നൽകിയ ഡോക്ടർ സാബു സാറിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കഥ അവതരിപ്പിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കഥ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കുന്നത്. കഥയുടെ പേര് സ്വപ്നങ്ങൾക്കപ്പുറം. എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം കേൾക്കാം. ആരൊക്കെയാണ് മുമ്പിൽ? യൂണിവേഴ്സിറ്റി നിരീക്ഷകൻ, സബ്ജക്ട് എക്സ്പേർട്ട്, മാനേജർ, പ്രിൻസിപ്പൽ, യൂണിവേഴ്സിറ്റി നിരീക്ഷകൻ, കോളേജ് സബ്ജക്ട് ഹെഡ്. മനസ്സ് വല്ലാതെ ബ്ലാങ്ക് ആയിപ്പോയോ? സബ്ജക്ട് എക്സ്പെർട്ടിനെ പലയിടത്തും നേരത്തെ കണ്ടിട്ടുണ്ട്. ബാക്കി എല്ലാവരും പുതുമുഖങ്ങൾ. മാനേജറിന്റെ ചോദ്യം, എന്തേ കല്യാണം വേണ്ടതുണ്ടോ? തന്റെ മറുപടി, ജോലി ലഭിച്ചതിന് ശേഷം മാത്രം. എക്സ്പെർട്ടിന്റെ വക തുടരെ തുടരെ ചോദ്യങ്ങൾ. എല്ലാറ്റിനും വളരെ നന്നായി ഉത്തരം കൊടുത്തു. പ്രിൻസിപ്പൽ കൊച്ചു കൊച്ചു ചോദ്യങ്ങളിൽ ഒതുക്കി എല്ലാം. എന്തോ കൺഫ്യൂഷൻ എല്ലാവരുടെയും മുഖങ്ങളിൽ ഉണ്ടോ? തനിക്ക് തോന്നിയതാവാം. ഒന്ന് ക്ലാസ് എടുത്ത് കാണട്ടെ. സബ്ജക്ട് ഹെഡ്, ഇഷ്ടമുള്ളത് എടുത്തോളൂ. പെട്ടെന്ന് തന്റെ ക്ലാസ് ഉഗ്രൻ എന്ന ശേഖറിന്റെ കോംപ്ലിമെന്റ് മനസ്സിലെത്തിയതേ വല്ലാത്തൊരു ആത്മവിശ്വാസം തന്നെ പൊതിയുന്നത് പോലെ തോന്നി. പരലോകത്തിരുന്ന് അമ്മ തനിക്ക് ആത്മവിശ്വാസം തരുന്നു എന്ന തോന്നലും ആ നിമിഷം എനിക്കുണ്ടായി. അമ്മയുടെ മരണശേഷം അച്ഛന്റെ ജോലി തിരക്കുകൾക്കിടയിൽ തന്നെ പ്രോത്സാഹനത്തിലും കരുതലിലും പൊതിഞ്ഞത് പിന്നെ ചേട്ടനായിരുന്നു. പഠിക്കാൻ മിടുക്കനായിരുന്നു ചേട്ടൻ. പക്ഷേ അച്ഛന്റെ വരുമാനത്തിനും അപ്പുറമായിരുന്നു വീട്ടിലെ കാര്യങ്ങൾ. മുത്തശ്ശൻ, മുത്തശ്ശി, അനിയത്തി, ഇത്രയുമുള്ള കുടുംബം അമ്മയുടെ ചികിത്സാ ബാധ്യതകളുമായി ഞെരുങ്ങുകയായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ തന്റെ പഠിക്കാൻ മിടുക്കനായ ചേട്ടൻ ജോലിക്കായി മണലാരണ്യത്തിൽ പോകേണ്ടി വന്നത്. ചേട്ടത്തി അമ്മയുടെയും മുഖങ്ങളും തന്നെ ആത്മവിശ്വാസത്തിലേക്ക് ഉയർത്തി. ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ബോർഡിൽ എല്ലാവരും തൃപ്തരായതുപോലെ തോന്നി. നന്ദിയും പറഞ്ഞ് എഴുന്നേറ്റ് അച്ഛന്റെ അരികെ ചെന്നപ്പോൾ അച്ഛൻ അക്ഷമയായിരുന്നു. ഇത് കിട്ടുമായിരിക്കും അച്ഛാ എന്ന പതിവ് പല്ലവി ആവർത്തിച്ചു. ഭാഗ്യമെടുത്ത് പോകാനായി തിരിയുമ്പോൾ ചുവന്ന സാരി അണിഞ്ഞ യുവതിയെയാണ് അടുത്തതായി വിളിച്ചത്. രാവിലെ തന്നെ പരിചയപ്പെട്ടതാണ്. ഈ കോളേജിലെ തന്നെ ഗസ്റ്റ് ലെക്ചറർ. യോഗ്യതകളുടെയും മികവുകളുടെയും മാനദണ്ഡങ്ങളെല്ലാം
മറ്റു പലതിന്റെയും മുമ്പിൽ ഇത്തവണയും തോറ്റുപോകുമോ? സബ്ജക്ട് എക്സ്പേർട്ടിന്റെ മാർക്ക് മുഴുവൻ ലഭിച്ചാലും മറ്റുള്ളവർ മാനേജർ, പ്രിൻസിപ്പൽ, സബ്ജക്ട് ഹെഡ്, ഇതുവരെ ഉണ്ടായിരുന്ന തന്റെ ആത്മവിശ്വാസം എല്ലാം തന്നിൽ നഷ്ടമാവുകയാണ്. എപ്പോഴും എല്ലാവരെയും ആത്മവിശ്വാസത്താൽ നിറച്ചിരുന്ന ഞാൻ തന്റെ പ്രോത്സാഹനത്താൽ ജീവിതം തളിരിട്ടവർ എത്രയോ പേർ. മറച്ചുവെച്ച സങ്കടമാണ് സന്തോഷമായി പുറത്തു വരുന്നതെന്ന് പറഞ്ഞത് ആരാണ്? ആത്മവിശ്വാസത്തിലും അങ്ങനെ തന്നെയാണോ? ഇനി ബസ്സിൽ ഇരിക്കുമ്പോൾ തോന്നി, ശേഖർ പറഞ്ഞതുപോലെ സിവിൽ സർവീസിൽ ഒന്ന് ട്രൈ ചെയ്താലോ? കോളേജ് ലെക്ചറർ മാത്രമല്ലല്ലോ ജോലിയായുള്ളത്. പണ്ടും ശേഖർ പറഞ്ഞതാണ് സിവിൽ സർവീസിൽ ശോഭിക്കുമെന്ന്. അന്ന് താൻ തന്റെ എന്നത്തെയും സ്വപ്നമായി ടീച്ചിങ് പ്രൊഫഷൻ മാത്രമേ ചെയ്യൂ എന്നുള്ള വാശിയിലല്ലായിരുന്നു. താൻ എന്നും അങ്ങനെയായിരുന്നു. സ്വന്തമായി വെള്ളം തേടിച്ചെല്ലുന്ന വേരുകളാകാനായിരുന്നു താൻ എന്നും താല്പര്യപ്പെട്ടത്. വെള്ളവും വളവും സുഭിക്ഷമായി കൊടുത്ത് നനയ്ക്കുന്ന ഒന്നും വടവൃക്ഷങ്ങളല്ല എന്ന തന്റെ തത്വശാസ്ത്രം. കൂട്ടുകാർ എപ്പോഴും കളിയാക്കുമായിരുന്നല്ലോ, തനിക്ക് പേരിട്ടവർ ദീർഘദൃഷ്ടിയുള്ളവരായിരിക്കണമെന്ന്. വേദ ആരാണ് തന്റെ തത്വശാസ്ത്രത്തെ അന്ന് തനിമയിൽ മനസ്സിലാക്കിയത്? ശേഖർ ആയിരിക്കുമോ? പുറത്തോട്ട് നോക്കി, വീടെത്താറായിരിക്കുന്നു. ഇതുവരെ അച്ഛനും ഒന്നും സംസാരിച്ചില്ലല്ലോ. അച്ഛനും അച്ഛന്റെ ലോകത്തായിരുന്നു. താനുമായുള്ള യാത്രയിൽ എപ്പോഴും പ്രത്യാശയോടെ മകൾക്ക് എത്താൻ പറ്റുന്നത്ര ഉയരങ്ങളിൽ എത്തണമെന്നും എത്തിക്കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളും പറഞ്ഞ് തന്നെ ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചിരുന്ന അച്ഛനും നിശബ്ദനാവുകയാണോ? കൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മെ മറ്റൊരാളാക്കുമായിരിക്കും. താൻ ഇപ്പോൾ നിശ്ചയമായും അച്ഛന്റെ ഉറക്കം കെടുത്തുന്നുണ്ടാവും. വീട്ടിൽ ചെന്നപ്പോൾ അനിയത്തി തങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ചൂട് ചായയും അച്ഛന് ഇഷ്ടപ്പെട്ട ഉള്ളിവടയുമായി. വീട്ടിൽ കയറിയതേ വന്നു ചേട്ടന്റെ വിളി. മറുപടി പറയുമ്പോൾ തന്റെ കണ്ണുകൾ അറിയാതെ തുളുമ്പിപ്പോയോ? ചേട്ടൻ അത് മനസ്സിലായി. ഫോൺ പെട്ടെന്ന് കട്ടായി. കിടക്കാൻ നേരം ചേട്ടത്തിയമ്മ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, വേദ, നിനക്കിഷ്ടമാണെങ്കിൽ സിവിൽ സർവീസിൽ ഒന്ന് ട്രൈ ചെയ്യൂ. ഒരു കോളേജിനേക്കാളും എത്രയോ വിശാലതയാണതിന്. മാം, ആരോ തന്നെ വിളിച്ചല്ലോ. പെട്ടെന്ന് എഴുന്നേറ്റു. തന്നെ ക്ഷണിക്കാൻ വന്ന കുട്ടിയല്ലേ ദീപവുമായി നിൽക്കുന്നത്. തന്റെ പേരല്ലേ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചത്. താൻ ഓഡിയൻസിലേക്ക് നോക്കി. തന്റെ വാക്കുകൾക്കായി കാതോർത്തിരിക്കുന്ന കൗമാരക്കാർ. ഓഡിറ്റോറിയം തിങ്ങി നിറഞ്ഞ്. വല്ലാത്തൊരു ആത്മവിശ്വാസം തന്നെ പൊതിയുന്നതായി വേദയ്ക്ക് തോന്നി. ഇനിയുള്ള കുറച്ചു സമയം മാത്രം മതിയല്ലോ തനിക്ക് ഈ യുവത്വങ്ങളെ മികവുകൾ താണ്ടാനും പുത്തൻ കുതിപ്പുകൾക്കായി പ്രചോദനമേകാൻ. ഇത് തന്നെയല്ലേ താൻ ഒരിക്കൽ സ്വപ്നം കണ്ടതും. കളക്ടർ വേദ ശേഖർ വർദ്ധിത വീര്യത്തോടെ പ്രസംഗപീഠത്തിലേക്ക് നീങ്ങി. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. മാം, അടുത്ത കഥയും കൂടെ പറഞ്ഞോളൂ. അത് അടുത്തൂടെ കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാം അല്ലേ? പച്ചപ്പില്ലാത്ത സ്ത്രീ. വല്യേടത്തിയുടെ മുഖം കുറെ നാളായി എന്നെ വല്ലാതെ അലട്ടുന്നു. എന്തോ എന്നോട് പറയണമെന്നുണ്ടോ ആ കണ്ണുകളിൽ. പക്ഷെ എന്നെ കാണുമ്പോൾ വെറും സുഖാന്വേഷണങ്ങൾക്കപ്പുറം സംഭാഷണം നീളുന്നുമില്ല. വ്യത്യസ്തങ്ങളായ പ്രവൃത്തികളാൽ വല്യേടത്തിയും
പുരുഷേട്ടനും എന്നും എന്നെ അതിശയിപ്പിച്ചിരുന്നു. പുരുഷേട്ടന്റെ ഔദ്യോഗിക യാത്രകളിലെല്ലാം മിക്കവാറും വല്യേടത്തിയും കൂടെ പോയിരുന്നു. യാത്രകളെ വല്യേടത്തി വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് തോന്നുന്നു. ഒരുങ്ങി ഇറങ്ങുമ്പോൾ വല്യേടത്തിയെ കണ്ട ശാലീന സുന്ദരി തന്നെ. ഇടയ്ക്കൊക്കെ അവർ പോകുന്നത് ജനാലയിലൂടെ ഞാൻ നോക്കി നിൽക്കാറുമുണ്ട്. പുരുഷേട്ടനെ ഓഫീസിൽ നിന്ന് വന്നാൽ മുറ്റത്തോ തൊടിയിലോ കാണാം. ചെടികൾക്കും പൂക്കൾക്കും മരങ്ങൾക്കും വേണ്ട ബാക്കി സമയമെന്ന് നമുക്ക് തോന്നും. ആ വീട്ടിൽ കാടിന്റെ തണുപ്പും വന്യമായ ഒരു ശാന്തത എപ്പോഴും നിഴലിച്ചിരുന്നു. ഫാനോ AC ഒന്നും ആവശ്യമുണ്ടായില്ല. വല്യേടത്തിയെ ഒരിക്കലും പൂന്തോട്ടത്തിലോ മുറ്റത്തോ ഒന്നും ഞാൻ കണ്ടിരുന്നില്ല. പുരുഷേട്ടന്റെ ചെടികളോടുള്ള ഈ സ്നേഹമാണോ പേരിൽ തന്നെ ചെടികളെ ഓർമ്മിപ്പിക്കുന്ന വല്യേടത്തിയിലേക്ക് ആകർഷിച്ചത് എന്നറിയില്ല. പ്രായത്തിൽ ഒത്തിരി ഇളയതായിരുന്നിട്ടും വല്യേടത്തിക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അനന്തു എന്നതിനപ്പുറം എന്തോ ഒരു ഇഷ്ടം. പുരുഷേട്ടൻ യാത്ര പോയ ഒരു ദിവസം വല്യേടത്തി എന്നെ രാത്രിയിൽ കൂട്ടിന് വിളിച്ചു. എല്ലായ്പ്പോഴും വല്യേടത്തിയുടെ അച്ഛനും അമ്മയാണ് ഇങ്ങനെയുള്ള അവസ്ഥയിൽ കൂട്ടിന് ചെന്നിരുന്നത്. എനിക്കാണെങ്കിൽ പിറ്റേ ദിവസം ഫിസിക്സ് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ട അവസാന ദിവസമാണ്. കശക്കാരിയാണ് മിസ്. ഞാൻ റെക്കോർഡും കൊണ്ടാണ് വല്യേടത്തിയുടെ വീട്ടിൽ ചെന്നത്. ഞാൻ ചെന്ന് റെക്കോർഡിന്റെ അവസാന മിനുക്കുപണികളിൽ ഏർപ്പെട്ടു. വല്യേടത്തി ടെലിവിഷനിൽ ഏതോ സീരിയൽ കാണുകയാണ്. ഞാൻ റെക്കോർഡ് പൂർത്തിയാക്കി വല്യേടത്തിയുടെ അടുത്തെത്തി. വല്യേടത്തി പറഞ്ഞു, ഈ സീരിയൽ തീരാൻ കുറച്ച് സമയം കൂടിയുണ്ട്, വേറെ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ചോളൂ. ഞാൻ പറഞ്ഞു, റെക്കോർഡ് മാത്രമാണ് ഞാൻ കൊണ്ടുവന്നത്. ഞാനും സീരിയലിൽ മുഴുകി. ആ സീരിയൽ തീർന്നപ്പോൾ വല്യേടത്തി ടെലിവിഷൻ നിർത്തി എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു, നമുക്ക് ആഹാരം കഴിച്ചിട്ട് നേരത്തെ കിടക്കാം. മീരയ്ക്ക് നാളെ കോളേജ് ഉള്ളതല്ലേ. ഞാൻ വല്യേടത്തിയുടെ പുറകെ അടുപ്പിൽ ചെന്നു. എല്ലാറ്റിനും നല്ല അടുക്കും ചിട്ടയും. വല്യേടത്തി ചപ്പാത്തിയും സ്റ്റൂ കറിയും കൂടെ സാലഡും മേശപ്പുറത്ത് വെച്ചു. ഞങ്ങൾ ഇരുന്ന് കഴിച്ചു. നല്ല രുചി തോന്നി. അമ്മ എന്നോട് പറഞ്ഞതായി പോകാൻ. കഴിക്കാഞ്ഞത് നന്നായി എന്ന് ഇപ്പോൾ തോന്നുന്നു. കോളേജിലെ വിശേഷങ്ങളൊക്കെ എന്നോട് ചോദിച്ചുകൊണ്ടാണ് വല്യേടത്തി ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേറ്റു. ഞാൻ പാത്രങ്ങളെല്ലാം അളയിൽ കൊണ്ടുവച്ചു. വല്യേടത്തി പാത്രങ്ങൾ കഴുകി അടുക്കള വൃത്തിയാക്കിയതിനു ശേഷം എന്റെ അടുത്ത് വന്നു. കിടക്കാൻ പോകുന്ന വഴിക്ക് വല്യേടത്തി പറഞ്ഞു, ഇതാണ് ഞാൻ കിടക്കുന്ന മുറി. എനിക്ക് അതിശയമായി. പുരുഷേട്ടന്റെ മുറിയോ? ഞാൻ മനസ്സിൽ ചിന്തിച്ചു. മറ്റൊരു മുറി ചൂണ്ടിക്കാട്ടി വല്യേടത്തി തുടർന്നു, പുരുഷേട്ടന്റെ മുറിയാണിത്. ഞാൻ ശ്രദ്ധിച്ചു. നീണ്ട വരാന്തയാണ് മുറിയോട് ചേർന്ന്. വലിയ ജനാലകളാണ് ആ മുറിക്കുള്ളത്. ജനാലകളെല്ലാം തുറന്നിട്ടിരുന്നു. ജനാലയിലൂടെ കടന്നു വന്ന ഇളം കാറ്റിനാൽ ആ മുറിയിൽ നല്ല കുളിർമ അനുഭവപ്പെട്ടു. വല്യേടത്തിയും ഞാനും പുരുഷേട്ടന്റെ മുറിയിലൂടെ കടന്ന് മറ്റൊരു വിശാലമായ മുറിയിലാണ് കിടക്കുവാൻ ചെന്നത്. അതിലുള്ള ജനലുകളെല്ലാം അടഞ്ഞു കിടന്നിരുന്നു. കിടന്നു കഴിഞ്ഞ ശേഷം വല്യേടത്തി എന്നോട് ചോദിച്ചു, ബിരുദ പഠനം കഴിഞ്ഞ് എന്താണ് മീരയുടെ ഭാവി പരിപാടികൾ? ഞാൻ പറഞ്ഞു, സർവീസിലേക്കൊന്നും ശ്രമിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വല്യേടത്തി പറഞ്ഞു, എന്നാൽ തിരഞ്ഞെടുക്കുന്ന വിഷയം ഇപ്പോൾ മുതൽ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ എന്റെ സ്വപ്നങ്ങൾ വല്യേടത്തിയുമായി പങ്കുവെച്ചു. പുഴയുടെ തീരത്ത് നിരവധി തൂണുകളും നീണ്ട വരാന്തയുമുള്ള വീട്, ചരൽ നിറഞ്ഞ മുറ്റം, ഫലവൃക്ഷങ്ങളാലും ചെടികളാലും പൂക്കളാലും നിറഞ്ഞ തൊടി. അതിരാവിലെ പുഴയിലിറങ്ങി നീന്തി കുളിച്ച് ആരംഭിക്കുന്ന ദിവസങ്ങൾ. വൈകുന്നേരങ്ങളിൽ പുഴയെ അഭിമുഖീകരിച്ചുകൊണ്ട് പുസ്തക വായന. എന്റെ സ്വപ്നങ്ങൾ കാട് കയറിയോ? വല്യേടത്തി ഉറങ്ങിയോ? ഞാൻ ചോദിച്ചു. ഇല്ല ഇല്ല, ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട് മീര. വല്യേടത്തിയുടെ മറുപടി. കാട്ടരുവിയുടെ തീരത്തായിരിക്കും നിനക്ക് പറ്റിയ വീട്. ആട്ടെ, നിന്റെ ഭർത്താവാകാൻ പോകുന്നത് നിന്റെ ഈ കാട്ടൻ സ്വപ്നങ്ങളൊന്നും ഇഷ്ടമില്ലെങ്കിലോ? ഞാൻ അങ്ങനെയുള്ള ഒരാൾ വിവാഹം കഴിക്കും വല്യേടത്തി, ഞാൻ പറഞ്ഞു. മീരയ്ക്ക് അറിയുമോ, എനിക്ക് ഈ ചെടികളെയും മരങ്ങളെയും ഒന്നും ഇഷ്ടമല്ല. സൂര്യപ്രകാശം നന്നായി കടന്നു വന്ന് ഉണങ്ങിക്കിടക്കുന്ന കല്ലുകൾ പാകിയ മുറ്റവും തൊടിയും, വെയിലിൽ ഉണങ്ങാനിടുന്ന വസ്ത്രങ്ങളും
അടുക്കളയിലേക്കുള്ള മുളകും മല്ലിയും മഞ്ഞളും ഇവയൊക്കെ ഇടയ്ക്കൊക്കെ ചെന്ന് ഉണവെന്ന് നോക്കുക. വെയിലേറ്റ് ചൂടായി കിടക്കുന്ന കല്ലിൽ ചെരുപ്പിടാതെ കാൽ ചാകത്തക്ക വിധത്തിൽ നടക്കുക. ഇവയൊക്കെയാണ് എന്റെ താല്പര്യങ്ങൾ. നനഞ്ഞും ഇരുണ്ടും വെയിൽ കൊള്ളാത്തതും കൊതുക് പ്രാണികളും നിറഞ്ഞ മുറ്റവും തൊടിയും എന്റെ സ്വപ്നങ്ങൾക്ക് അപ്പുറമാണ്. പുരുഷൻ ഇതെല്ലാമാണ് ഇഷ്ടം. എന്തു തോന്നുന്നു മീരയ്ക്ക്? ഞങ്ങൾ ജീവിക്കുന്നില്ലേ? മീരയ്ക്ക് ആകെ അത്ഭുതമായി. വല്യേടത്തിയുടെ മനസ്സ്. പച്ചപ്പിനെ സ്നേഹിക്കാത്തവരുണ്ടോ? പച്ച വിരിച്ച നെൽപ്പാടങ്ങൾ, തെങ്ങിൻ തോപ്പുകൾ, തേയിലത്തോട്ടങ്ങൾ ഇവയൊന്നും ആശിക്കാത്തവരുണ്ടോ? മനസ്സിൽ പച്ചപ്പുള്ളവർക്കല്ലേ സഹജീവികളെ സ്നേഹിക്കുവാനും സഹായിക്കാനുമാവൂ. എനിക്ക് എന്തോ തിരിച്ചു വീട്ടിൽ പോകണമെന്ന് തോന്നി. പച്ചപ്പിന്റെ സാധ്യതകളെ എന്നാണ് വല്യേടത്തി മനസ്സിലാക്കുക? ശുദ്ധവായുവിന്റെ ആവാസ കേന്ദ്രമായിരിക്കില്ലേ പച്ചപ്പുള്ള വീട്? ചുറ്റുമുള്ളവർക്കെല്ലാം ശുദ്ധമായി കൊടുക്കുന്ന ഒരിടം. കണ്ണിന് കുളിർമ കാഴ്ചകൾ. ഏറ്റവും ശുദ്ധമായ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഔഷധ സസ്യങ്ങളും നിറഞ്ഞ തൊടികൾക്ക് മനസ്സിനെയും ശരീരത്തെയും ഊർജദായകമാക്കുവാൻ കഴിയും. പച്ചപ്പിനെ സ്നേഹിക്കാത്തവർക്ക് ഒന്നിലും പച്ചപ്പ് കാണുവാനും കഴിയില്ല. വല്യേടത്തി എനിക്ക് എത്ര പെട്ടെന്നാണ് അന്യായത്. വാത്സല്യ ഭാവങ്ങളൊന്നും വല്യേടത്തിയിൽ ഉണ്ടാകില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കുമോ വല്യയ്ക്ക് മക്കൾ ഒരീച്ചയായത്? എനിക്ക് എന്തോ അസ്വസ്ഥത തോന്നി. അനിയത്തിയെ കൂട്ടിനായി അയക്കാം എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് കതക് തുറന്ന് വീട്ടിലേക്ക് ഓടി. ഓടിനിടയിൽ മീര മീര എന്ത് മീര? വല്യേടത്തിയുടെ ശബ്ദം അകന്നകന്നു പോകുന്നത് ഞാൻ അറിഞ്ഞു. താങ്ക് യു. താങ്ക് യു മാം. ജോഷ് സാർ. ഞാനാണോ നമ്മുടെ റോയ് സാറോ ഉദയനാൻസറൊക്കെ ആദ്യം പറയട്ടെ? ഞാൻ പയ്യെ പറഞ്ഞോളാം. പോരെ? ഓക്കെ റോയ് സാർ. ആദ്യത്തെ കഥ ഒരു കളക്ടറാണ് മീറ്റിങ്ങിന് മുമ്പ് അയവിറക്കിയ പഴയ കുറെ കാര്യങ്ങളാണെന്ന് ആണ് എനിക്ക് മനസ്സിലായത്. രണ്ടാമത്തെ കഥയില് ഈ വല്യേടത്തിക്ക് എന്തോ സൈക്കോളജിക്കലായിട്ട് പ്രശ്നമുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നി. അതിന്റെ എത്ര എനിക്ക് ഈ കഥയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓക്കെ, ഞാൻ പറയാം സാറേ. ആദ്യം തന്നെ രണ്ട് കഥകൾ അവതരിപ്പിച്ച മിനിമാമിന് എല്ലാവിധ മംഗളങ്ങളും. രണ്ട് കഥകൾക്കും ഒരു മോട്ടിവേഷൻ ട്രെയിനറുടെ കരസ്പർശമാണ് എനിക്ക് ആദ്യം തന്നെ ദർശിക്കാൻ സാധിച്ചത്. ഇന്ന് ഒന്നാമത്തെ കഥയിലെ ആളുകൾ പഠനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പെൺകുട്ടികൾ തിരഞ്ഞെടുക്കുന്ന ചില പ്രൊഫഷനുണ്ട്, ആൺകുട്ടികൾക്കായി നീക്കി വെച്ചിരിക്കുന്ന ചില പ്രൊഫഷനുണ്ട്. അതിൽ നിന്ന് ഏറെ ഒന്ന് മാറി ചിന്തിക്കാൻ ബഹുഭൂരിപക്ഷം പേരും തയ്യാറാകുന്നില്ല. അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് വലിയൊരു ചിന്തയാണ് പ്രദാനം ചെയ്യുന്നത്. ടീച്ചിങ്ങിനായിട്ട് പോകുന്ന ആള് സിവിൽ സർവീസിലേക്ക് ചാനലൈസ് ചെയ്യുന്ന ഒരു ഘട്ടം. അതിന് പ്രേരകമാകുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിലെ വേദ, തന്റെ മനസ്സിലെ ആ വലിയ സ്വപ്നം പൂവണിയുമ്പോൾ കുട്ടികൾക്ക് തൻ്റെ ആശയങ്ങൾ പകർന്നു നൽകാൻ സാധിക്കുമ്പോഴുള്ള ആ ഒരു വലിയ സന്തോഷം. ഇതിൻ്റെ അകത്ത്
മനഃശാസ്ത്രമുണ്ട്, മോട്ടിവേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളോടും കുട്ടികൾക്കും നൽകാവുന്ന ഒരു സന്ദേശമായിട്ട് ഈ കഥയെ കാണുകയാണ്. കഥയിലുമുണ്ട് ഒരു കാര്യം. ആ അർത്ഥത്തിൽ നമുക്ക് ധന്യമായി എന്ന് പറയാൻ സാധിക്കും. രണ്ടാമത്തെ കഥയിലേക്ക് വരുമ്പോൾ നമ്മൾ ജൂൺ 5 ആഘോഷം കടന്നുപോയതേ ഉള്ളൂ. അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ കഥയിൽ ഒരു പ്രകൃതി സ്നേഹം ആണ് നിറഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ ഈ കഥാകാരിയുടെ വീട് നിങ്ങൾ ആരെങ്കിലും MC റോഡിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരിക്കുള്ള യാത്രയിൽ മാവിളങ്ങ് വളവ് കഴിയുമ്പോൾ വലതുവശത്തേക്ക് നോക്കിയാൽ ഏതാണ്ട് ഇതുപോലെ വലിയ വനസാദൃശ്യമായി നിൽക്കുന്ന ചില മരങ്ങളും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു വീടും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടുത്തെ ഈ പുരുഷൻ ചേട്ടൻ ഒരുപക്ഷെ ഇവരുടെ വല്യപ്പന്റെ സ്ഥാനം അലങ്കരിക്കും എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. എന്നാൽ ഈ പുരുഷൻ ചേട്ടന്റെ ഭാര്യ പുരുഷൻ ചേട്ടന്റെ ചിന്താഗതിക്കാരിയല്ല, വളരെ വ്യത്യസ്തമാണ്. എങ്കിൽ കൂടെയും അവരുടെ കുടുംബ ജീവിതം അവർക്ക് ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ള ഒരു ദർശനം ഞാനത് വരികൾക്കിടയിൽ വായിക്കുകയാണ്. പിന്നീട് നല്ല വർണ്ണനകളൊക്കെയാണ് അതിൻ്റെ അകത്ത് നൽകിയിരിക്കുന്നത്. ആ വീടിന്റെ നിർമ്മിതി, വിശാലമായ വാതായനങ്ങൾ, ജനാലകൾ, വാതിലുകൾ, പ്രകൃതിയിലേക്ക് നോക്കിയാൽ നല്ലൊരു ആംബിയൻസ്, അതിനെ ആവാഹിക്കുന്ന തരത്തിലുള്ള ഗൃഹനിർമ്മാണം, ഇതൊക്കെ അവിടെ കാണുവാൻ സാധിക്കും. എന്നാൽ ഇന്ന് ഫ്ലാറ്റ് യുഗത്തിൽ ജീവിക്കുമ്പോൾ പലർക്കും ഇതൊന്നും സാധിക്കുന്നില്ല. ഒരുപക്ഷെ അത് രണ്ടാമത്തെ ഗണത്തിൽപ്പെട്ട ഭാര്യയുടെ ഗണത്തിൽപ്പെട്ട അത്തരം ചിന്താഗതിക്കാരുടെ ഇതിൽ ഏതാ ശരിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായി തരും. ഏതായാലും ഈ രണ്ട് വിധത്തിലുള്ള ആളുകൾ ഇന്നും ഈ ഭൂമിയിലുണ്ട്. പച്ചപ്പിനെ സ്നേഹിക്കുക, പച്ചയുടെ വക്താക്കളായി മാറുക എന്നുള്ള ഒരാഗ്രഹമാണ് മീരയുടെ മനസ്സിലും ജ്വലിച്ചു നിന്നത്. എന്നാൽ ഇതെല്ലാം കണ്ടപ്പോൾ സന്തോഷവും ആശ്വാസവും വലിയ ചാരിതാർത്ഥ്യവും ഒക്കെ തോന്നിയെങ്കിലും ഈ വീട്ടിലെ ഈ ചേടത്തിയുടെ പ്രത്യേകതകൾ അവർ വെളിപ്പെടുത്തുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു അകൽച്ച അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. അതിൻ്റെ അകത്തും അല്പം മനഃശാസ്ത്രം നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയോ നാം ചിന്തിക്കുന്നത് പോലെയോ അല്ലാത്ത ആളുകളെ കാണുമ്പോൾ ചേർന്ന് നിൽക്കാൻ സാധിക്കാതെ വരിക. ഇവരെ ഹരിതത്തെ സ്നേഹിക്കുക, തീർച്ചയായിട്ടും അത് നല്ലത് തന്നെയാണ്. എന്ന് വെച്ച് ഈ ലോകത്തിലുള്ളവരെല്ലാവരും അതിന്റെ വക്താക്കളായി തീരണം, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നതിന്റെ വക്താക്കളായി തീരണം എന്ന് ശഠിക്കുന്നതും ഒരു വലിയ അബദ്ധമാണ്, അപകടകരമാണ്. ഇതിൻ്റെ അകത്ത് ധാരാളം സൈക്കോളജിസ്റ്റുകളുണ്ട്, കൗൺസിലിംഗ് നടത്തുന്നവരുണ്ട്. അവർക്കൊക്കെ ഇതിൻ്റെ അകത്ത് പല ഇതിവൃത്തങ്ങളും കാര്യങ്ങളും ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ പറയാൻ സാധിക്കുന്നതാകും എന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും ഈ രണ്ട് കഥകളും സുന്ദരമായ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ ഈ വർത്തമാന കാലത്തിന് നൽകുന്നതാണ്. എല്ലാവിധ ഭാവുകങ്ങളും നന്ദിയും. തുടർന്നും ഇത്തരത്തിൽ, ഇത് സ്വന്തം കഥയാണ് കേട്ടോ, ഇതാരുടെയും കഥ എടുത്തവതരിപ്പിച്ചതല്ല മിനി. അതുകൊണ്ട് തന്നെ ഇതിന് മികവ് രണ്ടിരട്ടിയാണ്. തീർച്ചയായിട്ടും കൂടുതൽ ഇനിയും എഴുതാനും പറയാനും ഒക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു. സർ, ആദ്യ കഥയെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അതിൽ നിഷേധക്കുറിപ്പായിട്ട് എടുക്കണ്ട, എൻ്റെ രീതിയിൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ രണ്ടാമത്തെ കഥ
മനസ്സിൽ വല്ലാത്തൊരു അലസോരം ഉണ്ടാക്കിയ ഒരു കഥയാണ്. കാരണം പീപ്പിൾ ആർ യുണീക്ക്, വ്യക്തികളെല്ലാം വ്യത്യസ്തരാണ് എന്ന് ഒന്ന് ഉറപ്പിക്കുകയാണ് ഇവിടെ. ഭർത്താവിനെ കുറിച്ച് പറയുന്നത് വാസ്തവത്തിൽ ഭർത്താവിൻ്റെ മുറിയുടെ നൈർമല്യത്തെ കുറിച്ചാണ്. ആ മുറി തുറക്കുന്നതിന് വിശാലമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ്. പ്രകൃതിയെ അടുത്തറിഞ്ഞ് പ്രകൃതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ വരച്ചു കാണിക്കുകയും അടുത്തയാൾ അയാളെ ഒട്ടും തന്നെ സ്പർശിക്കാതെ മുന്നോട്ട് പോവുകയാണ്. ചുറ്റുപാടുകളെ കുറിച്ച് ഒട്ടും തന്നെ അയാളെ സ്പർശിക്കുന്നില്ല. തൻ്റെ വീട്, തൻ്റെ അടുക്കള, തൻ്റെ ചിന്തകൾ. അടുക്കള വൃത്തിയാക്കി വെച്ച ശേഷം ഉറങ്ങാൻ വന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് അതിനകത്തുണ്ട്. താൻ ജീവിക്കുന്ന ചുറ്റുപാടുകൾ വളരെ കൃത്യമായിരിക്കണം എന്ന ധാരണ ഉണ്ട്. താൻ ജീവിക്കുന്ന അപ്പുറത്തേക്ക് എന്ത് എന്ന് ഒട്ടും തന്നെ നോക്കാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തി. അത്തരം ധാരാളം വ്യക്തിത്വങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കൂട്ടുകിടക്കാൻ വന്ന കുട്ടി അവരുടെ മനസ്സിൽ അവരും അവരുടെ ജോലികൾ ചെയ്താണ് പുറത്തു വരുന്നത്. പുറത്തു വരുമ്പോൾ ആകാശം കാണാൻ ആഗ്രഹിക്കുന്നു, നക്ഷത്രങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു, തുറന്ന വാതായനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു, ഈ പ്രകൃതിയെ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു, അത് ആസ്വദിക്കുന്നു. അത് കാണാൻ കഴിയാത്തൊരു വ്യക്തിയാണ് എടത്തിയമ്മ എന്ന് എപ്പോൾ മനസ്സിലാക്കിയോ തൻ്റെ സ്ഥാനം പുറത്താണ്. അവിടെ പതുക്കെ ആ കുട്ടി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. എൻ്റെ വാക്കുകളിൽ ആ കുട്ടി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. തൻ്റെ കൂട്ടിന് മറ്റൊരാളോടൊപ്പം താൻ വന്നു എങ്കിലും അദ്ദേഹത്തിന് എന്നോടൊപ്പം കൂടാൻ കഴിയുന്നില്ല എങ്കിൽ ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ച് ആ എടത്തിയമ്മയുടെ അനിയത്തിയെ പറഞ്ഞയക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടുന്ന ഒരു ചിന്താഗതിയും മനുഷ്യരിലുള്ളതാണ്. ചേച്ചി കൂടാത്തതുകൊണ്ട് എനിക്കിഷ്ടമല്ല, അതൊന്നും ആ കുട്ടി പറയുന്നില്ല. അവരുടെ ഉള്ളിലെ കണക്കുകൂട്ടലുകളിൽ എനിക്ക് ഇഴചേർന്ന് പോകാൻ കഴിയാത്ത ആ അന്തരീക്ഷത്തിൽ താമസിക്കാൻ ഇഷ്ടമല്ല. ചെരുപ്പിടാത്ത കാൽപാദങ്ങൾ ആ മണ്ണിൽ അമർത്തി അതിൻ്റെ സുഖവും കാറ്റ് കൊണ്ടുവരുന്ന സുഗന്ധവും ഒക്കെ ആസ്വദിച്ച് സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടാനുള്ള ഒരു ചിന്തയിലെത്തിയ കുട്ടിക്ക് അതൊന്നും കിട്ടാതെ വന്നപ്പോൾ കിട്ടാൻ മനോഭാവമുള്ള ഭാഗത്തേക്ക് ആ കുട്ടി ഓടി രക്ഷപ്പെടുകയാണ്. രണ്ടാമത്തെ കഥയുടെ ഒരു പ്രത്യേകത ഇന്ന് മനുഷ്യ ജീവിതത്തിന്റെ അന്തരത്തെ വരച്ചു കാണിക്കുകയാണ്. ഇവിടെ കുടുംബജീവിതത്തിന്റെ ചിത്രവും കൂടി അതിനടിയിൽ വരച്ചു കാണിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ബോധ്യം വന്നത്. ജോഷി സാറ് പറഞ്ഞതുപോലെ അങ്ങനെ അവിടെ അകന്നു നിൽക്കേണ്ടവർ പോലും അത് ആ മുറിയുടെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് മുറിയിൽ കഴിഞ്ഞു കൂടുന്നു എന്ന ഒരു കാര്യവും കൂടെ അതിനകത്ത് അടിയിൽ വരയ്ക്കപ്പെട്ടിട്ടുണ്ട്. നല്ലൊരു കഥ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞ മാമിന് ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. രാജീവ് സാർ, താങ്ക് യു സാറിന് പരിചയമുണ്ടോ ആനി മാമിന്? താങ്ക് യു സാബു സാർ. പറഞ്ഞോട്ടെ, കേൾക്കാമല്ലോ? കേൾക്കാൻ പറയും. ആനി മാഡത്തിന്റെ രണ്ട് കഥകളും വളരെ മനോഹരമായിരുന്നു. കഥ നല്ല ഭാഷയില് രണ്ട് ചെറിയ കഥകൾ കേൾക്കാൻ കഴിഞ്ഞു. എഴുത്തിൽ മാത്രമല്ല അത് അവതരിപ്പിക്കുന്നതിലും വളരെയധികം പ്രഗത്ഭയാണ്. വളരെ ഭംഗിയായിട്ട് അതിന്റെ അംശമൊന്നും നഷ്ടപ്പെടാതെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഞങ്ങളെ മേഡത്തോട് ചേർത്ത് നിർത്തി ഈ രണ്ട് നറേഷൻസ്. ആദ്യത്തെ കഥയിലെ വേദയും രണ്ടാമത്തെ കഥയിലെ മീരയും എനിക്ക് തോന്നുന്നു അതിന്റെ കഥാപാത്രങ്ങൾ മേഡം തന്നെയാണെന്നാണ് എൻ്റെ ചിന്ത. അതായത് സാധാരണ സാർ പറഞ്ഞ പോലെ സാധാരണ സ്ത്രീകൾക്ക് പഠിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. പഠിപ്പിക്കാന്ന് എല്ലാ ദിവസവും ഇങ്ങനെ പഠിപ്പിച്ചു പോകുക എന്നുള്ള ഒരു ചിന്ത, അത് ഒരു ക്രിയാത്മകമല്ല. അതിനേക്കാൾ ഉപരി വ്യത്യസ്തമായ വിഷയങ്ങളും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും പ്രദർശിപ്പിക്കാനുള്ള
ഒരു വലിയ വേദിയാണ് സിവിൽ സർവീസ് എന്നുള്ള ചിന്തയോടുകൂടി അതിലേക്ക് മാറുന്നതായിട്ടുള്ള നായിക വലിയൊരു മാറ്റത്തിന്റെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഇടയിൽ ഉള്ളതായിട്ടുള്ള ഒരു മാറ്റത്തിന്റെ വിപ്ലവത്തിന്റെ ഒരു ചിന്തയായിട്ടാണ് ഞാൻ കാണുന്നത്. രണ്ടാമത്തെ കഥയാണ് നമ്മുടെ സാർ പറഞ്ഞതുപോലെ രണ്ടാമത്തെ കഥയാണ് എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടത്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന പ്രകൃതി സ്നേഹിയായിട്ടുള്ള ഒരു പ്രധാന നായികയുടെ കഥയാണ് മീര. ഈ പറഞ്ഞതായിട്ടുള്ള ഒരു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തീർച്ചയായിട്ടും ചേർത്ത് വെക്കാൻ കഴിയുന്ന വായിക്കാൻ കഴിയുന്ന ഒരു കഥ തന്നെയാണ്. വളരെ ഭംഗിയായിട്ട് നല്ല ഭാഷയിൽ എഴുതുകയും നന്നായി അവതരിപ്പിക്കുകയും ചെയ്തു. അവിടെയും ജോഷി സാറും അതുപോലെ സാറും ഒക്കെ പറഞ്ഞതുപോലെ പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടൊന്നും പറയാനില്ല. എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ മനുഷ്യ അവസ്ഥയുടെ അല്ലെങ്കിൽ കുടുംബാവസ്ഥയുടെയൊക്കെയും ചിന്തകള് പറയാതെ പറയുകയാണ് ചെയ്തത്. വളരെയധികം വലിയ സന്ദേശങ്ങളാണ് ഈ കഥ പ്രത്യേകമായിട്ട് നമുക്ക് നൽകുന്നത്. സന്ദേശമാണ് അല്ലെങ്കിൽ ഉപദേശമാണെന്ന രീതിയിൽ അല്ലാതെ തന്നെ അത് നാച്ചുറലായിട്ട് നമ്മയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളെയൊക്കെ പ്രചോദിപ്പിക്കുന്ന രീതിയിലാണ് രണ്ടാമത്തെ കഥയും മേഡം പറഞ്ഞത്. മേഡത്തിന്റെ രണ്ടാമത്തെ കഥയും അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ രണ്ട് കഥകളും മനോഹരങ്ങളായ വാക്കുകളും അതുപോലെ തന്നെ മനോഹരമായ ഭാഷയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ളതായ ആഖ്യാന രീതിയും മികച്ചതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. മോഹൻദാസ് സർ. ആദ്യമായിട്ട് ഇത് രണ്ടും ചെറുകഥകളെയല്ല, ഇത് രണ്ടും മിനി കഥകളാണ്. അത് മിനി എന്ന എഴുത്തുകാരി എഴുതിയത് തന്നെയാണ്. സ്വന്തം കഥകളായിട്ടാണ്, അനുഭവങ്ങളാണ് ഞാനത് ദർശിക്കുന്നത്. ആ ഒരു എന്താ പറഞ്ഞ പോലെ പഠിത്തം കഴിഞ്ഞ് ഒരു ജോലിക്ക് വേതനം ലഭിക്കുന്ന ഒരു ജോലിയിലേക്ക് കിടക്കുന്ന സമയത്തുള്ള മാനസിക സംഘർഷങ്ങളാണ്. ആഗ്രഹിച്ചത് ലഭിച്ചില്ലെങ്കിൽ ലഭിച്ചത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ള രീതിക്കും ആ സ്വപ്നങ്ങൾക്ക് അപ്പുറമായിട്ടൊന്ന് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതിൽ കൂടി സാഹചര്യം കണ്ടെത്തുന്നു. അത് ആദ്യമൊക്കെ ആ ഇന്റർവ്യൂ ബോർഡിന്റെ പശ്ചാത്തലം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ ചേട്ടന് വിളിക്കുന്നു, ചേട്ടി പറയുന്നുണ്ട് അതിലേക്ക് വന്നു. അപ്പം മറ്റുള്ള ആ ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ അവിടെ ഒരു പ്രഷർ കൊണ്ട് അതിലേക്ക് തിരിയുന്നു. അത് സ്വപ്നങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമായിട്ട് മാറുന്നു. പിന്നെ അവസാനിക്കുന്നത് ആ എന്താ പറഞ്ഞാൽ സദസ്സും പിന്നെ ആരെങ്കിലും നിറഞ്ഞു നിൽക്കുന്ന കുട്ടികളും അവരെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു എന്താ പറഞ്ഞ പോലെ ഒരു വാഞ്ച അല്ലെങ്കിൽ ഒരു സന്തോഷം അല്ലെങ്കിൽ നിറഞ്ഞ മനസ്സിന്റെ ഒരു വെളിപ്പെടുത്തലായിട്ടാണ് ഇത് അവസാനിക്കുന്നത്. പെട്ടെന്ന് വന്നൊരു ട്വിസ്റ്റ് അതിൽ ഒന്ന് സത്യങ്ങൾക്ക് അപ്പുറത്തായിട്ട് അവതരിപ്പിക്കുന്നു. ലളിതമായ ശൈലിയാണ്. രണ്ടും മിനി കഥകളാണ്. അടുത്തത് പച്ചപ്പ് സ്നേഹിച്ച കുട്ടിക്ക് അഭിരുചി ഇല്ലാത്ത ഒരാളെ അവിടെ അടുക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ കണ്ണന്റെ മീരയെ പോലെ വ്യത്യസ്തമായി നിൽക്കും. കീപ് ഇറ്റ് അപ്പ്. ഓക്കെ സാർ. എ.പി. തോമസ് സാർ ഉണ്ടോ? ഉണ്ട്. ഞാൻ കമന്റ് നമ്മുടെ പകുതി ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എനിവേ മാക്സിമം നന്നായിട്ട് പറയാൻ ശ്രമിച്ചു. അഭിനന്ദനങ്ങൾ. പോസിറ്റീവായിട്ട് പറഞ്ഞാൽ മതി സാർ. ഓക്കെ. ആദ്യത്തെ കഥയ്ക്കകത്ത് എനിക്ക് തോന്നുന്നത് കളക്ടറെ സ്റ്റേജിൽ ഇരുന്നപ്പോൾ തൻ്റെ കഴിഞ്ഞ കാലത്തെ ഒരു ഓർമ്മയക്കുതിപ്പായിരുന്നു അതിനകത്ത്. പക്ഷെ അതിനകത്ത് നേരത്തെ എഴുതിയ കഥയ്ക്കകത്ത് 2-3 പാരഗ്രാഫ് കൂടെ ഉണ്ടായിരുന്നു. അത് വെട്ടിക്കളഞ്ഞിരുന്നു. പക്ഷെ ആ വെട്ടിക്കളഞ്ഞത്
അതിന്റെ ഒരു എവിടെ ചേർക്കണമെന്ന് അറിയാതെ ബുദ്ധിമുട്ടിയത് കൊണ്ടാണ് അതിന്റെ ഒരു പ്രശ്നം പറ്റിയത്. കാര്യം യഥാർത്ഥത്തിൽ ഈ കുട്ടിക്കായിരുന്നു അവിടെ അഡ്മിഷൻ കൊടുക്കേണ്ടതും എലിജിബിളും. പക്ഷേ മാനേജ്മെന്റും മറ്റുള്ളവരും ഒക്കെ അവർക്കത് മറ്റുള്ള ഒരു കുട്ടിക്ക് വേണ്ടി അത് കൊടുക്കുകയായിരുന്നു. നേരത്തെ അർഹിക്കുന്നവർക്ക് പലപ്പോഴും വേണ്ട സ്ഥലങ്ങളിൽ കിട്ടുന്നില്ല എന്നുള്ള ഒരു ചിന്തയും ഉണ്ട്. എത്ര നല്ല മിടുക്കരാണെങ്കിലും ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ചില പോസ്റ്റ് കിട്ടേണ്ടി വരും എന്നുള്ളത് ഒരു ഉണ്ട്. എനിവേ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കുന്നതുകൊണ്ട് കുറച്ച് ഇപ്പൊ ഇന്നത്തെ പല ആളുകളുടെയും വ്യത്യസ്തമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ ചിന്താഗതികൾ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് ഒത്തിരി സഹായിക്കും. എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം മിനിയെ ഒത്തിരി സഹായിച്ച് എന്ന് ഞാൻ കരുതുന്നു. കാര്യം ആ കഥയൊന്ന് റിഫൈൻ ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് റെഡിയാക്കാനായിട്ട് ഇത് സഹായിക്കും. ഇതിന് നേതൃത്വം നൽകിയ സാബു സാറിനും മറ്റുള്ളവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. അതോടൊപ്പം ഈ രണ്ട് കഥയും അവതരിപ്പിച്ച മിനിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഓക്കെ സാർ, താങ്ക് യു. ജോർജ് സാർ. ഹായ്, താങ്ക് യു സാർ. ഫസ്റ്റ് ഓഫ് ഓൾ അനിമ, കൺഗ്രാജുലേഷൻ. കൂട്ടത്തിൽ പറയാതെ വയ്യ. തോമസ് സാറിനുണ്ട് ആ അഭിനന്ദനത്തിന്റെ പകുതി. എന്തായാലും നന്നായി. നല്ലൊരു പ്രേരണ, ചേരുംപടി ചേർച്ച എന്നുള്ളതാണല്ലോ ഇപ്പൊ കണ്ടിടം കൊണ്ട് മനസ്സിലായി. ആദ്യത്തെ കഥ കേട്ടപ്പോൾ ഞാനും എൻ്റെ പൂർവ്വകാലത്തേക്ക് ഒത്തിരി ഓടി. ഒട്ടേറെ ഇന്റർവ്യൂകൾ കഴിഞ്ഞു വരുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും ചോദിക്കുമായിരുന്നു, എന്തായി മോനെ? ഒന്നും പറയാറായിട്ടില്ല, പ്രതീക്ഷയുണ്ട്. ഇങ്ങനെ പറഞ്ഞു പോയ എത്ര കാലങ്ങൾ. തീർച്ചയായിട്ടും ആ ഓർമ്മകളിലായാലും ഞാൻ നിറഞ്ഞു നിന്നത്. പിന്നീട് ഏറ്റവും ഒടുക്കമാണല്ലോ പറയുന്നത്, ഉന്നത പദവിയിലിരുന്നുള്ള ഓർമ്മകളാണ് കളക്ടർക്ക് ഉണ്ടായത് എന്ന് പങ്കുവെക്കുന്നത്. ഇതുപോലെ പ്രേരിപ്പിച്ച, ജീവിതത്തിൽ നമ്മളെ പ്രേരിപ്പിക്കുന്ന സഹോദരങ്ങളോ ഗുരുക്കന്മാരോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും അല്ലെങ്കിൽ കൂട്ടുകാരോ ഒക്കെ ഒരു നിമിത്തമാകാം. എന്തായാലും യാഥാർത്ഥ്യം ഇപ്പൊ തോമസ് സാർ സൂചിപ്പിച്ചതുപോലെ അർഹിക്കുന്നത് കിട്ടാത്ത ഒരു ലോകത്താണ് നമ്മളൊക്കെ കഴിഞ്ഞു കൂടുന്നത്. പിന്നെ കാത്തിരുന്നാൽ കിട്ടുന്ന വഴിയെ പോവുക, അത് തന്നെയാണല്ലോ എല്ലാവരുടെയും. പാഷൻ അനുസരിച്ചൊന്നും എങ്ങനെ എത്തിച്ചേരാൻ പറ്റാത്ത ഒത്തിരി പേര് ഈ ലോകത്തുണ്ട്, പ്രത്യേകിച്ച് ഈ തലമുറ. അടുത്ത തലമുറയ്ക്ക് അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു പരിധിവരെ ഇങ്ങനെ അനലൈസ് ചെയ്ത് പറയാനും പഠിക്കാനും പഠിപ്പിക്കാനും ഗൈഡൻസ് കൊടുക്കാനും ഒക്കെ ഒത്തിരി സംവിധാനങ്ങൾ ഇപ്പം വന്നതുകൊണ്ട് നന്നായിരിക്കുന്നു. രണ്ടാമത്തെ കഥയില് നമ്മുടെ വെല്ലുവിളിച്ച് ഒരു പെർഫെക്ഷനിസ്റ്റ് എന്നാ എനിക്ക് അങ്ങ് വിലയിരുത്താൻ തോന്നിയത്. മാത്രമല്ല ഉള്ളതൊക്കെ സമ്പന്നമാണ്, സമൃദ്ധിയുണ്ട്, മഹിമകളുണ്ട്, സൗകര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ തൃപ്തിയല്ല. അവര് സങ്കല്പ ലോകത്താണ്, ആ സ്ക്രീനിലുള്ള ലോകത്താണ് അവര് കഴിഞ്ഞുകൂടുന്നത്. അവർക്ക് ഈ പ്രകൃതിയോടോ, ഒരുപക്ഷെ ആധുനിക ലോകത്ത് മിക്ക ദാമ്പത്യവും ഇതുപോലെ തന്നെ അടുത്തടുത്ത വലിയ വീട്ടിലെ അടുത്തടുത്ത 2 മുറികളിലോ അല്ലെങ്കിൽ അകലെയുള്ള 2 മുറികളിലോ വളരെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ കഴിയുന്ന, മാനസിക അകലത്തിൽ കഴിയുന്നവരൊക്കെയാണ്. ആ വ്യത്യസ്ത സ്വഭാവവും 2 പേരിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഇടയിലൂടെ തോന്നി. ഏതായാലും മോഡിഫിക്കേഷന് ധാരാളം ഭാവനകൾ കിട്ടിയല്ലോ. പ്രഥമ സംരംഭം വളരെ നന്നായിരിക്കുന്നു. എന്താ പറയുക, ആദ്യത്തെ നവാഗതയായ അനിമാവിനെ പ്രത്യേകം ഒന്നുകൂടെ അഭിനന്ദിക്കുന്നു, നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച് സാർ. സി പൗലോസ് എന്ന് പറഞ്ഞൊരു സാറുണ്ടല്ലോ, അനിവിന്ദ റെഡിയാണോ? താങ്ക് യു സാബു സർ. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായി കയറാൻ വേണ്ടി. ഞങ്ങൾക്ക് ഒന്നാമത്തെ കഥ തുടങ്ങി പോയിട്ടുണ്ടായിന്ന്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേൾക്കാൻ വേണ്ടി പറ്റി. ഒന്നാമത്തെ കഥയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്, ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഏകദേശം അങ്ങനെയാണ്. അതായത് ജോലി കിട്ടിയതിന് ശേഷം മാത്രമേ വിവാഹം കഴിക്കൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ടുള്ള, വിവാഹമേ വേണ്ടാന്ന് വരെ ചിന്തിക്കുന്ന
ഇന്നത്തെ കാലത്ത്. അപ്പോ അത് റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോ പിന്നെ അതേപോലെ ആദ്യം കോളേജ് പ്രൊഫസർ ആവണം എന്നാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പൊ ഉള്ള ഒരു ജീവിതത്തില് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും തന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് നിൽക്കുന്ന കുറെ ആൾക്കൂട്ടത്തിന്റെ മുന്നിലേക്ക് വളരെ അഭിമാനപൂർവ്വം നടന്നു നീങ്ങുന്ന ഒരു വ്യക്തിയായി അത് എൻജോയ് ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരുടെ ഒരു റിലേറ്റീവ്സിന്റെ ഒരു സഹായം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രഷർ കൊണ്ടാണെങ്കിലും അത് എത്തിച്ചേർന്നെടുത്ത് അത് സംതൃപ്തി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ രണ്ടാമത്തെ കഥയില് വളരെ ഭംഗിയുള്ള സ്ത്രീയാണ് അവര് ഒരുങ്ങി നിൽക്കുമ്പോഴൊക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അവരുടെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഇവരിങ്ങനെ ഭർത്താവും ഭാര്യയും 2 റൂമിലാണ് കഴിയുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും പുറമെ എങ്ങനെയാണ് ഒരു വ്യക്തികളെ കാണുന്നത് അതുപോലെയൊന്നും ആയിരിക്കണമെന്നില്ല അവരുടെ ജീവിതത്തിനുള്ളിൽ എന്നുള്ളൊരു മെസ്സേജ് കൂടി എനിക്ക് തോന്നി. വളരെ മനോഹരമായിട്ട് തന്നെ മാഡം ഇത് നെറേറ്റ് ചെയ്തു. എന്തായാലും മാഡത്തിന്റെ 2 കഥകൾ കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. താങ്ക് യു ആനി മാഡം. ഓക്കെ, സ്നേഹലത മാം, ഉഷാകുമാരി മാം. എല്ലാവർക്കും നമസ്കാരം. 2 കഥകളും വളരെ നല്ല കഥകളായിരുന്നു. രണ്ടും ഒരു നൊസ്റ്റാൾജിക് ടച്ച് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ആദ്യത്തെ കഥ ഇൻസ്പയറിംഗ് ആയിരുന്നു. ഈ കാലഘട്ടത്തിലെ കഥ പോലെ തന്നെ തോന്നി രണ്ടും. നൊസ്റ്റാൾജിക് ഫീൽ എവിടെയൊക്കെ വന്നെങ്കിലും കഥയുടെ സാരാംശം ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. വളരെ നല്ല കഥകളായിരുന്നു മാം. നന്നായിട്ട് എൻജോയ് ചെയ്തു. താങ്ക് യു ഓൾ. സാർ ഞാൻ പറയട്ടെ? പറയൂ. ആദ്യത്തെ കഥ കേട്ടപ്പോ പണ്ട് ഇന്റർവ്യൂവിനെല്ലാം പോയിട്ട് നിരാശപ്പെട്ടു വന്നതൊക്കെ ഞാൻ ഓർത്തു. അത് കഴിഞ്ഞ് അവസാനമാണ് അതിന്റെ ട്വിസ്റ്റ് വന്നത്. ഇത് കളക്ടറുടെ ഓർമ്മകളാണ്. പിന്നീട് നല്ല രീതിയിലായി. ഒരുപാട് പ്രാവശ്യം തഴയപ്പെട്ടെങ്കിലും പിന്നീട് നല്ല രീതിയിലായി. അത് വളരെ നന്നായിരുന്നു. പിന്നെ രണ്ടാമത്തെ കഥയിൽ ഒരാൾ പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുന്നു, മറ്റേയാള് അങ്ങനെയല്ല എന്ന് വെച്ച് അൺലൈക്ക് പോൾസ് അട്രാക്ട് എന്നല്ലേ. അപ്പൊ ആ രീതിയിൽ കണ്ടാല് അങ്ങനെയുള്ളവർക്കും പിന്നെ സാറെ സമയമുണ്ടോ? എന്റെ ഒരു കഥയും കൂടെ പറയട്ടെ, ഒരു കൊച്ചു കഥ. പറയൂ. ഇത് കാണാമോ സാർ? കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. വായിച്ചേക്കാം. അമളി എന്നാണ് കഥയുടെ പേര്. ഉച്ചയൂണ് കഴിഞ്ഞ് പാതി മയക്കത്തിലായിരുന്നപ്പോഴാണ് കോളിംഗ് ബെല്ല് അടിക്കുന്നത് കേട്ടത്. വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഭർത്താവിന്റെ കൂട്ടുകാരനായ സബ് ഇൻസ്പെക്ടർ വിജയനും 2-3 പോലീസുകാരെയുമാണ് കണ്ടത്. എന്താ വിജയൻ സാർ? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. നിങ്ങൾ ഇവനെ അറിയുമോ? പുറത്തേക്ക് വിരൽ ചൂണ്ടി ഒരാളെ കാണിച്ചു. ചേട്ടനെ ഞാൻ അറിയും സാറേ. ഇവിടുത്തെ പുറം കാര്യങ്ങൾ നോക്കുന്നതും സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതും കറണ്ട് ചാർജ്, വാട്ടർ ചാർജ് തുടങ്ങി ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് സഹായിക്കുന്ന ചേട്ടനാണിത്. അപ്പുറത്താണ് താമസിക്കുന്നത്. ഞാൻ കൈ ചൂണ്ടി വടക്കു ഭാഗത്ത് കാണിച്ചു. ചേട്ടൻ എന്ത് തെറ്റ് ചെയ്തു സാറേ? ഞാൻ ആകാംക്ഷയോടെ തിരക്കി. വിജയൻ സാർ കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഉപയോഗിച്ച് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു. സന്തോഷം, നിങ്ങളും കൂടി എന്നാ ഇവിടെ കള്ളനോട്ടടി തുടങ്ങിയത്? വീണ്ടും SIയുടെ ചോദ്യം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അപ്പോഴേക്കും സന്തോഷ് ചേട്ടൻ എത്തി. ഇവൻ ഇന്ന് ഇലക്ട്രിസിറ്റി ഓഫീസിൽ കറണ്ട് അടയ്ക്കാൻ കൊണ്ടുപോയ രൂപയിൽ ഒരു 500ന്റെ കള്ളനോട്ടായിരുന്നു. 500 രൂപയുടെ കള്ളനോട്ട് കൊടുത്തതിന്റെ പേരിൽ അവർ പോലീസിനെ വിളിച്ചതാണ്. അപ്പോഴാണ് ഇവൻ പറയുന്നത് കള്ളനോട്ട് കൊടുത്തത് ഇവിടെ നിന്നാണെന്ന്. നീ എവിടെ നിന്നാ ഈ നോട്ട് എടുത്തത്? സന്തോഷ് ചേട്ടൻ എന്നോടായി ചോദിച്ചു. നിങ്ങളുടെ പോക്കറ്റിൽ നിന്നാ. ഞാൻ പറഞ്ഞു. ഒന്നിരുത്തി മൂടിയതിനു ശേഷം വിജയൻ സാറിനോട് പറഞ്ഞു, എവിടെ നിന്നാണ് ഈ കള്ളനോട്ട് കിട്ടിയതെന്ന് അറിയില്ല വിജയ. കഴിഞ്ഞ ദിവസം ബാങ്കിൽ ലോൺ അടയ്ക്കാൻ കൊണ്ടുവന്നപ്പോൾ അതിലൊന്ന് കള്ളനോട്ടാണെന്ന് പറഞ്ഞ് അവർ തിരിച്ചു തന്നത് ഞാനൊരു പ്രത്യേകം കവറിലിട്ട് അതിന്മേൽ ഫോൾസ് എന്നെഴുതി എൻ്റെ പോക്കറ്റിൽ വെച്ചിരുന്നതാണ്. ഇവളിത് നോക്കാതെ ചേട്ടൻ്റെ അടുത്ത് കൊടുത്തു വിട്ടതാ, സന്തോഷ് പറഞ്ഞു. ഇവളുടെ അശ്രദ്ധയായി സംഭവത്തിനൊക്കെ കാരണം. ചേട്ടൻ എൻ്റെ നേരെ ക്രുദ്ധമായി നോക്കി. ഇതെല്ലാം കേട്ടു നിന്നതിന് ശേഷം വിജയൻ സാർ കള്ളനോട്ട് 2ആയി കീറി മുറിച്ചതിന് ശേഷം പണിക്കാരൻ ചേട്ടനെ പറഞ്ഞു വിട്ടു. KSEBക്കാർ പരാതിയുമായിട്ട് വരാതിരുന്നാൽ നല്ലത്. പക്ഷേ KSEB പരാതിപ്പെട്ടാൽ നടപടി എനിക്ക് തുടരേണ്ടി വരും. അത് നിങ്ങൾക്കറിയാമല്ലോ. എവിടെ നിന്നാണ് ആ 500 രൂപ നോട്ട് കിട്ടിയതെന്ന് കണ്ടെത്തി എനിക്ക് തരണം എന്ന് പറഞ്ഞ് അവർ സ്ഥലം വിട്ടു.
നിന്റെ അല്പ അശ്രദ്ധ കാരണം ഇപ്പോൾ ഒരു കുരുക്കിലായില്ലേ നമ്മൾ? മാത്രമാണോ, ഞാനും അവരുടെ മുന്നിൽ ഒരു നോട്ടപ്പുള്ളി ആയില്ലേ? ചെറിയ അശ്രദ്ധ ആരെയൊക്കെ കുഴപ്പത്തിലാക്കി എന്ന് കണ്ടോ? വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ വീടിപ്പോൾ റെയ്ഡ് ചെയ്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഓ പിന്നെ, ഇവിടെ റെയ്ഡ് ചെയ്താൽ ബാങ്ക് ലോൺ അടയ്ക്കാനുള്ള കുറെ നോട്ടീസല്ലേ കിട്ടൂ എന്ന് ചിന്തിച്ച് ഞാൻ ഇടിവെട്ടിയാൽ പുറകെ പേമാരി ഉണ്ടാകുമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയ സോക്രട്ടീസിനെ പോലെ ഞാനും പതുക്കെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. ഇത്രേ ഉള്ളു സാറേ. മാം എഴുതിയാണോ? അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും വളരെ മനോഹരമായിരിക്കുന്നു. ഇനി ആനി മാം ഈ കഥയെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ട് ആനി മാമിന്റെ കഥയെക്കുറിച്ചും കൂടെ ഒന്ന് സംസാരിക്കാമോ? അൺമ്യൂട്ട് ചെയ്യണേ. സ്നേഹലന്തമിന്റെ അമ്മളി എന്നുള്ള കഥ നന്നായിരിക്കുന്നു. പിന്നെ മാഡവും കഥയൊക്കെ എഴുതുന്ന ആളാന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, ആദ്യമായിട്ട് എഴുതിയതാ. അത് നമുക്ക് കേൾക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ ആണ് സ്നേഹലത മാമിന്റെ കഥ നമുക്ക് ലഭിച്ചത്. താങ്ക് യു മാം. ഇനി ആനി മാമിന്റെ കഥയെ കുറിച്ച് കൂടെ പറയൂ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഞങ്ങൾ കേട്ട വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. സാധാരണ കഥ എഴുതുന്നവര് കഥ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നൊക്കെ പറയാറുണ്ട്. മാമിന്റെ ഇഷ്ടം. അപ്പം എനിക്ക് നല്ല നിർദ്ദേശങ്ങളൊക്കെ തന്ന എല്ലാ അംഗങ്ങൾക്കും, റോയ് സാറ്, ജോഷി സാറ്, വിലഹന്നാൻ സാറ്, രാജു സാറ്, മോഹൻദാസ് സാറ്, എ പി തോമസ് സാറ്, ജോർജ് സാറ്, അനുവിന്ദ, ഉഷാകുമാരി, സ്നേഹലത മാഡം, എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ഞാന് ഈ കഥകള് ഞാൻ ഒത്തിരി വർഷം മുമ്പേ ഞാനിത് എഴുതിയത്. ഞാൻ ഇന്നലെ എന്റെ ഹസ്ബൻഡ് ഇതിങ്ങനെ സാറ് ചോദിച്ചപ്പോ ഉടനെ ഇത് എടുത്തുകൊണ്ട് വന്നത്. വർഷങ്ങൾ മുമ്പേ എഴുതിയ ഓരോന്നും ചിലതൊക്കെ ഞാൻ എഴുതുന്നത് എന്തെങ്കിലും ഒരു കാര്യം എന്നെ സ്ട്രൈക്ക് ചെയ്താൽ എനിക്ക് അത് അപ്പൊ എനിക്ക് എഴുതാനായിട്ട് തോന്നും. അങ്ങനെ ഞാൻ വർഷങ്ങൾ മുമ്പേ എഴുതി വെച്ച കഥകളാണ്. അപ്പം ആദ്യത്തെ കഥയെന്ന് പറഞ്ഞാല് അതിൽ കുറെ കാര്യങ്ങൾ എനിക്ക് അത് എവിടെ ആക്കണം, ഇന്ന് ഞാനത് എടുത്തപ്പം അത് എവിടെ ആക്കണമെന്ന് എനിക്ക് നിശ്ചയമില്ലായിരുന്നു. അതായത് പിന്നെ അപ്പം എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇവിടെ അതൊന്ന് പറയുകയാണെങ്കിൽ അവര് പറഞ്ഞു തരും. അപ്പൊ ഞാനിത് വേദയ്ക്ക് പിന്നെ അവക്കായിരുന്നു ആ കോളേജ് ലെക്ചറർ ആയിട്ട് കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ സബ്ജക്ട് എക്സ്പേർട്ടിന് അവർക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നെങ്കിലും മറ്റുള്ളവരുടെ ഒരു നിർബന്ധം കൊണ്ട് അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പൊ അങ്ങനെ ഒരു കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാനൊന്ന് വായിച്ചാല് കുഴപ്പമുണ്ടോ? സമയമുണ്ടോ? സമയമുണ്ടോ, വായിച്ചോളൂ. ഞാൻ ഇങ്ങനെ രാത്രി 8:30 ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ മാനേജർ കടുംപിടുത്തത്തോടെ തന്നെ ചുവന്ന സാരിക്കാരിക്കായി വാദിച്ചു. തന്റെ ഓണറേറിയം വാങ്ങി ലെതർ ബാഗിൽ ഇടുമ്പോൾ സബ്ജക്ട് എക്സ്പേർട്ട് സരസ്വതി ടീച്ചർ ആകുലയായിരുന്നു. വേദ തന്നെയല്ലേ ആ പേഴ്സൺ? തലമുറകളെ പുതിയ ഇടങ്ങളിലെത്താൻ, പുതിയ ദൂരങ്ങളെ കാട്ടിക്കൊടുക്കുവാൻ വേദയ്ക്കാവും. കോളേജിനും അവൾ ഒരു അസറ്റ് ആയിരിക്കും. മറ്റാരായാലും സാധാ ഒരു കോളേജ് ലെക്ചറായി വീട്ടുകാർക്കും സ്വന്തക്കാർക്കും മാത്രമായി ആർഭാടത്തിന്റെ പര്യായപദമായി ഒതുങ്ങും. ഒരിക്കൽ പഴയ യൂണിറ്റ് നിരീക്ഷകനെ അതിന്റെ റിട്ടയർമെന്റിന് ശേഷം എപ്പോഴോ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞതായിരുന്നു സരസ്വതി ടീച്ചറിന്റെ നിസ്സഹായത എന്ന് ഞാനിങ്ങനെ എഴുതിയത്. അപ്പൊ അത് ഞാൻ എവിടെയെങ്കിലും ചേർക്കണമെന്ന് കൂടെ വിചാരിച്ചു. അപ്പൊ നിങ്ങൾ തന്ന എല്ലാ നിർദ്ദേശങ്ങൾക്കും ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ ഞാൻ ഇത് ഒരു സബ്ജക്ട് എക്സ്പേർട്ട് എന്നോട് എന്തോ കാര്യം പറഞ്ഞപ്പോൾ ഒരു ചെറിയ ക്ലൂ കിട്ടിയപ്പോ ഞാൻ അത് വെച്ച് ഞാൻ ചുമ്മാ അങ്ങ് എഴുതിയതാ. വേറെ ഒരെണ്ണം
അടുത്ത കഥ പച്ചപ്പില്ലാത്ത സ്ത്രീ എന്നുള്ള കഥ അതിവിടെ പറയാമോ എന്ന് എനിക്കറിയില്ല. ഞാന് അതും ഒരു ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തപ്പോഴത്തേക്കും എഴുതിയതാണ്. അതായത് മരങ്ങൾ മുറിക്കണം, മരങ്ങളെല്ലാം ഇലകളെല്ലാം താഴെ വീഴുന്നു, അതുകൊണ്ട് ഭയങ്കര ശല്യമാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് എഴുതി വെച്ചതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ 2 കഥകളും എഴുതിയത്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിന് ഒത്തിരി നന്ദി പറയുകയാണ്. ഒത്തിരി നല്ല നിർദ്ദേശങ്ങളൊക്കെ തന്നു. ഓക്കെ, താങ്ക് യു മാം. ജോർജ് സാർ ഒന്ന് കൺക്ലൂഡ് ചെയ്യോ? ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാം. സ്നേഹലതാ മാമിനും ഒരു വാക്ക് പറയണ്ടേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് നന്നായിരിക്കുന്നു ആ കഥയും. പ്രത്യേകിച്ച് ഇപ്പൊ ഇന്നത്തെ ദിവസം 3 കഥകൾ 2 പേരിലൂടെ, ഈ 2 കഥ പറഞ്ഞവരും കഥാകൃത്തുക്കളാണ്. ആ രീതിയിലുള്ള അഭിനന്ദനം ലഭിക്കട്ടെ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ 2 കഥാകൃത്തുക്കൾക്കും വേണ്ടിയിട്ട് ഒരറിവ് കൂടി. ഇതിനകത്ത് മോഹൻ സാർ എന്ന് പറഞ്ഞ സാറ് പിന്നെ SBIയിൽ നിന്ന് റിട്ടയർ ചെയ്ത ബാങ്കിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പരന്ന വായനയുടെയും ഒരുപാട് സാഹിത്യകാരന്മാരെയും സാഹിത്യകാരികളെയും അടുത്തറിയുന്ന ഒരു വ്യക്തിത്വമാണ്. തലസ്ഥാന നഗരിയിൽ അദ്ദേഹം ഒരു ചെറുകഥ എഴുത്തുകാരനാണ്. അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു ചെറായിയിൽ വെച്ച്. വളരെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് മോഹൻ സാറ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കഥാകൃത്തുക്കൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് പരസ്പരം അന്യോന്യം ഡിസ്കസ് ചെയ്യാനും ആ മേഖലയിൽ കൂടുതൽ വളരാനും സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സരസ്വതി മാമിന്റെ കഥയിലെ അമളി, ഇത് മനുഷ്യർക്ക് സാധാരണ സംഭവിക്കുന്ന സംഗതിയാണ്. പിന്നെ ശ്രദ്ധക്കുറവ്, ഒരുപാട് കാര്യങ്ങളും അശ്രദ്ധയിലാണ് സംഭവിക്കുന്നത്. എനിക്കുൾപ്പെടെ, നമുക്കെല്ലാവർക്കും ഉൾപ്പെടെ. ആ കാര്യത്തെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഒരു അബദ്ധത്തിലേക്ക് ചെന്ന് വീണ് കഴിയുമ്പോൾ ചിലര് ശ്രദ്ധിക്കും, ചിലര് അതുകൊണ്ടും പഠിക്കുന്നില്ല എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടുത്തെ ആളും ഇടയ്ക്കുന്ന ആശ്വസിക്കുന്നത് കണ്ടു. ഇവിടെ വന്ന് ആര് വേണേലും ട്രേഡ് ചെയ്യട്ടെ, ചെയ്താൽ എന്താ കിട്ടുന്നത്? ബാങ്കിന്റെ ജപ്തി നോട്ടീസുകളാണ്. അത്ര ലാഘവത്തോടെയാണ് അവര് ഈ അമളി പറ്റിയിട്ടും അതിനെ കാണുന്നത് എന്നുള്ളതാണ്. അത്തരം ആളുകൾ എവിടെയെങ്കിലും വെച്ച് ശരിയാകുമോ എന്നുള്ളത് നമുക്ക് സംശയമുണ്ട്. തമാശയായിട്ട് കാണാം എന്നുണ്ടെങ്കിൽ കൂടെയും അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു വലിയ സന്ദേശം ഒളിഞ്ഞിരിപ്പുണ്ട്. തീർച്ചയായിട്ടും ഓരോ അമളി വലിയ കുഴപ്പമില്ല, അമളികളും ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചറിവായിട്ട് നമുക്കെടുക്കാൻ സാധിക്കണം. സരസ്വതി മാമിനും ഒരുപാട് നന്ദി പറയുന്നു. 2 ആളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നിങ്ങൾ ഇതിലേക്ക് വരണം, കൂടെ വരണം. കഥകൾക്ക് മാത്രമല്ല, അല്ലാത്ത സെക്ഷനുകൾക്കും വരണം. കഥ ഇനിയും എഴുതണം. മോഹൻ സാറുമായിട്ട് പിന്നെയും ഉണ്ട് ഇതിൻ്റെ അകത്ത് കഥ എഴുതുന്ന സാറന്മാരുണ്ട്. ഇന്നതിൽ പങ്കെടുത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവരെയൊക്കെ ആയിട്ട് നിങ്ങൾക്കൊരു നല്ല ലിങ്കൊക്കെ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും കൂടുതൽ വളരാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും ജനിക്കുന്നത്. അവസരങ്ങൾ ലഭിക്കുന്നു, അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുക. ഓരോ അവസരത്തിലൂടെയും നിങ്ങൾക്ക് കൂടുതൽ മികവുണ്ടാകട്ടെ. അത് നമുക്കുമൊക്കെ സന്തോഷം നൽകുന്ന സംഗതിയാണ്. ഇതിനൊക്കെ പ്രചോദനം നൽകുന്ന സാബു സാറിനെ അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല. സാറിനെ പ്രത്യേകമായിട്ടും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും പങ്കെടുത്ത ഇതിലെ ഈ അഭിപ്രായങ്ങൾ പറയുന്നവരൊന്നും മോശക്കാരല്ല. ഇവരെല്ലാം വലിയ ആളുകളാണ്. അവരെയും എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രത്യേകമായിട്ട് എപ്പോഴും നല്ല പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന ജോർജ് സാറ്, എല്ലാവരെയും, അദ്ദേഹം ഇപ്പോൾ വിദേശത്തിരുന്നുകൊണ്ടാണ് ഈ കൃത്യമായിട്ട് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത്. തീർച്ചയായിട്ടും സർവർക്കും, റോയ് സാറിനും ലഗന്നൻ സാറിനും അഭിപ്രായം പറഞ്ഞ മുഴുവൻ പേർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. സാറ് സ്നേഹലത മാമാണ്, സരസ്വതി മാമല്ല. എനിക്ക് തോന്നുന്നു സരസ്വതി മാമ പുതിയൊരു കഥയായിട്ട് വരുമായിരിക്കും. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയായിരുന്നല്ലേ? ഓക്കെ. അതുപോലെ തന്നെ
അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം ഒരിക്കൽ കൂടെ വീഡിയോ റെക്കോർഡിംഗ് കണ്ടു കഴിയുമ്പോൾ ആനിമാം പറഞ്ഞ പോലെ കഥയിൽ എന്തെങ്കിലും ട്വിസ്റ്റ് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആനിമാമിനെ വിളിക്കണം. അത് തീർച്ചയായിട്ടും നിർദ്ദേശങ്ങളായിട്ട് കൊടുക്കണമെന്നും കൂടെ റിക്വസ്റ്റ് തരികയാണ്. സോ താങ്ക് യു അഗൈൻ. നാളെ രാവിലെ ആകുമ്പോ ഇതിന്റെ യൂട്യൂബ് വരും കേട്ടോ. മിനി മാഡം അത് ശ്രദ്ധിച്ചോണ്ടാ മതി. അതൊന്ന് കേട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡയറക്ഷൻസ് ഉണ്ടെങ്കിൽ കൊടുക്കാം. നമ്പർ എന്നെ ഒന്ന് അറിയിച്ചാൽ മതി, ഞാൻ നമ്പർ തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ AP തോമസ് സാറിനും അതുപോലെ തന്നെ ആനി മാമിനും താങ്ക്സ് പറയുന്നു. ബാക്കി സംബന്ധിച്ച എല്ലാവർക്കും താങ്ക് യു സാർ. ഓക്കെ, അപ്പൊ നമുക്ക് ഗുഡ് നൈറ്റ് പറയാം അല്ലേ? ഓ, good.